ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. PSCG അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഫയർമാൻ ട്രെയിനി പരീക്ഷയിൽ ഇപ്രാവശ്യം റാങ്ക് നിർണ്ണയിക്കുക ഫസ്റ്റ് എയ്ഡ് ചോദ്യങ്ങളായിരിക്കുമെന്നതിൽ സംശയമില്ല. ഫസ്റ്റ് എയ്ഡിൻ്റെ 1ഉം 2ഉം ഭാഗങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. പ്രസ്തുത എപ്പിസോഡുകൾ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും അവ കാണേണ്ടതാണ്. ഇവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. കൂടാതെ 9495351831 എന്ന നമ്പറിലേക്ക് ക്ലാസ് എന്ന വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ പ്രസ്തുത ക്ലാസ്സുകൾ ലഭ്യമാക്കുന്നതാണ്. ഈ 2 എപ്പിസോഡുകളിലൂടെ ഫസ്റ്റ് എയ്ഡിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെപ്പറ്റി നാം ചർച്ച ചെയ്തിരുന്നു. കാർഡിയോ പൾമോണറി റെസസിറ്റേഷനെ പറ്റി വിശദമായി പഠിച്ചിരുന്നു. മോഡേൺ ഫസ്റ്റ് എയ്ഡിൻ്റെ പിതാവായ ഡോക്ടർ എസ് മാർക്കിനെ ഓർത്തുകൊണ്ട്, കാർഡിയോ പൾമോണറി റെസസിറ്റേഷൻ്റെ ഉപജ്ഞാതാവായി കരുതപ്പെടുന്ന പീറ്റർ സഫറിനെ ഓർത്തുകൊണ്ട്, ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള വെളുത്ത കുരിശ് അല്ലെങ്കിൽ വൈറ്റ് ക്രോസ് എന്ന ഫസ്റ്റ് എയ്ഡിൻ്റെ സിംബൽ ഓർമ്മിച്ചുകൊണ്ട്, ചെക്ക് കോൾ കെയർ എന്ന എമർജൻസി ട്രീറ്റ്മെൻറ്റിൻ്റെ 3 അടിസ്ഥാന തത്വങ്ങൾ ഓർത്തുകൊണ്ട്, ബേസിക് സ്റ്റെപ്പുകൾ ഓർത്തുകൊണ്ട് നമുക്ക് പ്രവേശിക്കാം 3ാം എപ്പിസോഡിലേക്ക്. ആദ്യമായി ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഉണ്ടായിരിക്കേണ്ട വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വാട്ട് ആർ ദ തിങ്സ് യു മസ്റ്റ് ഹാവ് ഇൻ യുവർ ഫസ്റ്റ് എയ്ഡ് ബോക്സ്? ബാൻഡേജസ്, ഗോസ് റോൾ ആൻഡ് പാർട്സ്, ഇൻസ്റ്റൻറ്റ് കോൾഡ് പാക്ക്, ഇലാസ്റ്റിക് ബാൻഡേജസ്, എമർജൻസി ബ്ലാങ്കറ്റ്, അഡ്ഹസീവ് ടേപ്പ്, ഫസ്റ്റ് എയ്ഡ് മാനുവൽ, തെർമോമീറ്റർ, സേഫ്റ്റി പിൻസ്, ട്രയാങ്കുലർ ബാൻഡേജ്, ആൻറ്റിസെപ്റ്റിക് വൈപ്സ്, ഗ്ലൗസ്, എമർജൻസി കോൺടാക്റ്റ് ഇൻഫർമേഷൻ, ടീസേഴ്സ്, സീസേഴ്സ് എന്നിവയാണവ. ഇവയിൽ ഓരോന്നിൻ്റെയും ധർമ്മം നിങ്ങൾക്കറിവുള്ളതാണ്. ബാൻഡേജ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടു ഹോൾഡ് ദ ഡ്രസ്സിംഗ് ഇൻ പ്ലേസ്, അപ്ലൈ പ്രഷർ ആൻഡ് കൺട്രോൾ ബ്ലീഡിങ്. ഒരു മുറിവുണ്ടാകുമ്പോൾ ഡ്രസ്സ് ചെയ്യുമ്പോൾ ആ ഡ്രസ്സിങ്ങിനെ പ്രോപ്പർ പ്ലേസിൽ കാത്തു സൂക്ഷിക്കുന്നതിനും, അതുപോലെ തന്നെ മുറിവിലൊരു പ്രഷർ ചെലുത്തിക്കൊണ്ട് ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുന്നതിനും നാം ബാൻഡേജ് ഉപയോഗിക്കാറുണ്ട്. ഡ്രസ്സിംഗ് ആൻഡ് ബാൻഡേജിനെ പറ്റി പൊതുവെ ചോദിച്ചാൽ നമുക്ക് എന്താണ് പറയാൻ കഴിയുക? ഡ്രസ്സിംഗ് ആൻഡ് ബാൻഡേജസ് ആർ യൂസ്ഡ് ടു ഹെൽപ്പ് കൺട്രോൾ ബ്ലീഡിംഗ് ആൻഡ് പ്രിവെൻറ്റ് ഇൻഫെക്ഷൻ. ഏതാനും മരുന്നുകൾ കൂടി ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ കരുതാറുണ്ട്. എന്തൊക്കെയാണവ? അസറ്റാമിനോഫെൻ ഓർ പാരസെറ്റമോൾ, ആൻറ്റിബയോട്ടിക് ഓയിൻമെൻറ്റ്, കലാമിൻ ലോഷൻ, ഹൈഡ്രോകോർട്ടിസോൺ ക്രീം, ഇബുപ്രൂഫൻ, അസറ്റൈൽ സാലിസിലിക് ആസിഡ് എന്നറിയപ്പെടുന്ന ആസ്പിരിൻ എന്നിവയാണ്. ഇതോടനുബന്ധിച്ച് OSHA എന്ന അന്താരാഷ്ട്ര സംഘടനയെപ്പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഓക്കുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് OSHAയുടെ ഫുൾ ഫോം. വ്യവസായ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ എന്തൊക്കെ ഉണ്ടാകണമെന്ന് തീരുമാനിക്കുന്നത് ഓക്കുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന ഈ സംഘടനയുടെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ്. ഇത് സ്ഥാപനത്തിൻ്റെ വലിപ്പത്തിനും തൊഴിലാളികളുടെ എണ്ണത്തിനും അനുസൃതമായി വ്യത്യാസപ്പെട്ടിരിക്കും. ദ ഓക്കുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ഓർ OSHA sets strict guidelines of what should be in the business first aid kit. Their guidelines vary based on the size of the site and the number of employees. അടുത്തതായി നാം പഠിക്കുന്നത് ബോൺ ഫ്രാക്ചറിനെ പറ്റിയാണ്. ബോൺ ഫ്രാക്ചർ എന്ന അസ്ഥിഭംഗത്തെ 4ആയി തിരിച്ചിട്ടുണ്ട്. ലളിതക്ഷതം അല്ലെങ്കിൽ സിമ്പിൾ ഫ്രാക്ചർ, മിശ്രക്ഷതം അല്ലെങ്കിൽ കോമ്പൗണ്ട് ഫ്രാക്ചർ, സങ്കീർണക്ഷതം അല്ലെങ്കിൽ കൊമ്മ്യൂട്ടഡ് ഫ്രാക്ചർ, ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ എന്നിവയാണവ. ഇവ ഓരോന്നും എന്തെന്ന് പരിശോധിക്കാം. ശരീരത്തിലെ ഒരസ്ഥി 2ആയി ഒടിയുന്നതിനെ ലളിതക്ഷതം അല്ലെങ്കിൽ സിമ്പിൾ ഫ്രാക്ചർ എന്ന് പറയുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകത, അസ്ഥി 2ആയി ഒടിയുമെങ്കിലും അത് ത്വക്കോ ശരീരകലകളോ തുറച്ച് പുറത്തു വരാറില്ല എന്നുള്ളതാണ്. എ സിമ്പിൾ ഫ്രാക്ചർ ഓർ ക്ലോസ്ഡ് ഫ്രാക്ചർ cracks the bone but does not break the skin. അടുത്തത് മിശ്രക്ഷതം അല്ലെങ്കിൽ കോമ്പൗണ്ട് ഫ്രാക്ചറാണ്. ശരീരത്തിലെ ഒരസ്ഥി 2ആയി ഒടിയുകയും അവയിലൊരു ഭാഗം ശരീരകലകളെയും ത്വക്കിനെയും ഭേദിച്ച് പുറത്തു വരികയും ചെയ്യുന്ന തരം അസ്ഥിഭംഗത്തെയാണ് മിശ്രക്ഷതം അല്ലെങ്കിൽ കോമ്പൗണ്ട് ഫ്രാക്ചർ എന്ന് പറയുക. എ കോമ്പൗണ്ട് ഫ്രാക്ചർ ഈസ് ഓൾസോ കാൾഡ് ഓപ്പൺ ഫ്രാക്ചർ. എ കോമ്പൗണ്ട് ഫ്രാക്ചർ ഓർ ഓപ്പൺ ഫ്രാക്ചർ ബ്രേക്സ് ദ ബോൺ ആൻഡ് ദെൻ ദ ബ്രോക്കൺ പീസസ് ഓഫ് ബോൺ പിയേഴ്സ് ദ സ്കിൻ. ഇവിടെ അസ്ഥി ഒടിയുകയും
ഒടിഞ്ഞ അസ്ഥികളിലൊന്ന് സ്കിന്നിനെയോ ശരീരകലകളെയോ ഭേദിച്ച് പുറത്തു വരികയും ചെയ്യുന്നു. അടുത്തത് കൊമ്മ്യൂട്ടർ ഫ്രാക്ചർ അല്ലെങ്കിൽ സങ്കീർണക്ഷതമാണ്. ശരീരത്തിനുള്ളിൽ അസ്ഥി പലതായി ഒടിയുന്നതിനെയാണ് സങ്കീർണക്ഷതം അല്ലെങ്കിൽ കൊമ്മ്യൂട്ടർ ഫ്രാക്ചർ എന്ന് പറയുക. A comminuted fracture is a break or splinter of the bone. It is a break or splinter of the bone. അസ്ഥിയുടെ ഒടിവ് തന്നെയാണ് ഇവിടെ സംഗതി. പക്ഷേ into more than 2 fragments, 2ൽ കൂടുതൽ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ടാണ് അവിടെ ഒടിവുണ്ടാകുന്നത്. ഇപ്പോൾ ശരീരത്തിലുള്ളൊരു അസ്ഥി പലതായി ഒടിയുന്നതിനെ സങ്കീർണക്ഷതം അല്ലെങ്കിൽ കൊമ്മ്യൂട്ടഡ് ഫ്രാക്ചർ എന്ന് പറയുന്നു. നാം നേരത്തെ പഠിച്ച ലളിതക്ഷതം അല്ലെങ്കിൽ സിമ്പിൾ ഫ്രാക്ചറിൽ എന്താണ് സംഭവിച്ചത്? ശരീരത്തിലെ ഒരു അസ്ഥി 2ആയി ഒടിഞ്ഞു, പക്ഷെ അത് മാംസമോ ത്വക്കോ തുളച്ച് പുറത്തേക്ക് വന്നില്ല. എന്നാൽ ശരീരത്തിലെ ഒരു അസ്ഥി 2ആയി ഒടിയുകയും അവയിലൊരു ഭാഗം ശരീരകലകളെയും ത്വക്കിനെയും ഭേദിച്ച് പുറത്തു വരികയും ചെയ്തപ്പോൾ നാം അതിനെ വിളിച്ചത് കോമ്പൗണ്ട് ഫ്രാക്ചർ അല്ലെങ്കിൽ മിശ്രക്ഷയം എന്നാണ് വിളിച്ചത്. ഇവിടെ കൊമ്മ്യൂട്ടർ ഫ്രാക്ചറിൽ എന്താണ് സംഭവിക്കുന്നത്? എ കൊമ്മ്യൂട്ടർ ഫ്രാക്ചർ ഈസ് എ ബ്രേക്ക് ഓർ സ്പ്ലിൻറ്റർ ഓഫ് ദ ബോൺ into more than 2 fragments. അടുത്തത് ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ. അതിൻ്റെ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണത്. പച്ചച്ചെടിത്തണ്ട് ഒടിയുന്നത് പോലെ. നിങ്ങൾക്കറിയാം, പച്ചച്ചെടിത്തണ്ട് ഒടിഞ്ഞാൽ എന്താണ്? അത് പൂർണ്ണമായിട്ട് ഒടിഞ്ഞു പോകില്ല. ഒരു ഭാഗം വളയും, അതിൻ്റെ ഒരു ഭാഗത്ത് ചെറിയ ഒരു ഒടിവുണ്ടാകും. അപ്പോൾ പച്ചച്ചെടിത്തണ്ട് ഒടിയുന്നത് പോലെ ഒരു അസ്ഥി വളഞ്ഞ് ഒരു ഭാഗം മാത്രം ഒടിയുന്നതിനെ ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ എന്ന് പറയുന്നു. A fracture of the bone occurring typically in children. ഇത് സാധാരണ കണ്ടുവരുന്നത് കുട്ടികളിലാണ്. In which one side of the bone is broken. അതിൽ അസ്ഥിയുടെ ഒരു ഭാഗം ഒടിയുന്നു. And the other only bends. മറ്റേ ഭാഗം വളയുക മാത്രം ചെയ്യുന്നു. A fracture of the bone occurring typically in children in which one side of the bone is broken and the other only bends. What are the symptoms of a broken bone? അസ്ഥിക്ഷതത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഒടിഞ്ഞ ഭാഗത്തോ അതിനടുത്തോ വേദന അനുഭവപ്പെടുക. ഇൻറ്റൻസ് പെയിൻ ഇൻ ദ ഇഞ്ചേർഡ് ഏരിയ. ഇഞ്ചേർഡ് ഏരിയയിൽ പെയിൻ അനുഭവപ്പെടുക. ദാറ്റ് ഗെറ്റ്സ് വർസ് വെൻ യു മൂവ്. നാം ചലിക്കാൻ ശ്രമിക്കുമ്പോൾ വേദന അധികരിക്കുക അല്ലെങ്കിൽ വർദ്ധിക്കുക. ഇൻറ്റൻസ് പെയിൻ ഇൻ ദ ഇഞ്ചേർഡ് ഏരിയ, ദാറ്റ് ഗെറ്റ് വർസ് വെൻ യു മൂവ്. നംബിനെസ് ഇൻ ദ ഇഞ്ചേർഡ് ഏരിയ. അസ്ഥിഭംഗം സംഭവിച്ച അവയവത്തിൻ്റെ സ്വാഭാവിക ചലനം നഷ്ടപ്പെടുക. ബ്ലൂയിഷ് കളർ, സ്വെല്ലിംഗ് ഓർ വിസിബിൾ ഡിഫോമിറ്റി ഇൻ ദ ഇഞ്ചേർഡ് ഏരിയ. ക്ഷതമേറ്റ ഭാഗത്തെ അവയവത്തിന് നിർവീക്കവും വൈകല്യവും ശക്തിക്ഷയവും ഉണ്ടാവുക. ബ്ലീഡിംഗ് അറ്റ് ദ ഇഞ്ചേർഡ് സൈറ്റ്. മുറിവേറ്റ ഭാഗത്ത് വലിയ തോതിൽ രക്തസ്രാവം ഉണ്ടാവുക. ഇവയൊക്കെ തന്നെ ബോൺ ഫ്രാക്ചറിൻ്റെ ലക്ഷണങ്ങളാണ്. അടുത്തതായി ബോൺ ഫ്രാക്ചർ സംഭവിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നൽകാവുന്ന പ്രഥമ ശുശ്രൂഷ എന്ത് അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് എന്ത് എന്നാണ് നാം പരിശോധിക്കുന്നത്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ബോൺ ഫ്രാക്ചർ ഉണ്ടായതോടൊപ്പം തന്നെ വലിയ മുറിവ് കൂടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ആ മുറിവിൽ നിന്ന് രക്തസ്രാവം ഉണ്ടെങ്കിൽ അതിനുള്ള പ്രാഥമിക ചികിത്സയാണ് ആദ്യം നൽകേണ്ടത്. വലിയ മുറിവുകളോ രക്തസ്രാവമോ ഉണ്ടെങ്കിൽ അതിനുള്ള പ്രാഥമിക ചികിത്സയാണ് ആദ്യം നൽകേണ്ടത്. നാം ചെയ്യേണ്ടത് സ്റ്റോപ്പ് എനി ബ്ലീഡിങ് ഇഫ് ദേ ആർ ബ്ലീഡിങ്. എലിവേറ്റ് ആൻഡ് അപ്ലൈ പ്രഷർ ടു ദ വൂണ്ട് യൂസിങ് എ സ്റ്റെറൈൽ ബാൻഡേജ് ഓർ ക്ലീൻ ക്ലോത്ത്. അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവർ ബ്ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്ലൈ പ്രഷർ ടു ദ വൂണ്ട്. വൂണ്ടിൽ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യണം. എന്തുപയോഗിച്ച്? യൂസിങ് എ സ്റ്റെറൈൽ ബാൻഡേജ് ഓർ ക്ലീൻ ക്ലോത്ത്സ്. അടുത്തതായി നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇമ്മൊബിലൈസ് ദ ഇഞ്ചേർഡ് ഏരിയ. ഒടിവുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ആ ഇഞ്ചേർഡ് ഏരിയ മൊബിലൈസ് ചെയ്യുവാൻ, ചലിപ്പിക്കുവാൻ പാടില്ല. അതിനെ ഇമ്മൊബിലൈസ് ചെയ്യണം. ഭംഗം പറ്റിയ ഭാഗം കൂടുതൽ ചലിക്കാൻ അനുവദിക്കാതിരിക്കുക. അതിനാണ് ഇമ്മൊബിലൈസ് ചെയ്യണം എന്ന് പറയുന്നത്. ട്രീറ്റ് ദം ഫോർ ഷോക്ക്. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ചെയ്യാവുന്നത്? അവരെ ഭയത്തിൽ നിന്ന് മുക്തരാക്കി ആത്മവിശ്വാസം നൽകാനുള്ള സാഹചര്യം സൃഷ്ടിക്കണം. ട്രീറ്റ് ദം ഫോർ ഷോക്ക്, ഹെൽപ്പ് ദം ഗെറ്റ് ഇൻ ടു കംഫർട്ടബിൾ പൊസിഷൻ, എൻകറേജ് ദം ടു റെസ്റ്റ് ആൻഡ് റീഅഷ്വർ ദം. അവരെ കൂടുതൽ അപകടങ്ങളില്ല എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തണം. അവരെ പ്രോത്സാഹിപ്പിക്കണം. അവർ റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കണം. കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ ഇരുത്തണം. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഇഞ്ചേർഡ് ഏരിയ മൊബിലൈസ് ചെയ്യുവാൻ, ചലിക്കാൻ അനുവദിച്ചുകൂടാ. ഇതിനായി നിങ്ങൾക്ക് സ്പ്ലിൻ്റ് അല്ലെങ്കിൽ സ്ലിങ് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എത്രയും പെട്ടെന്ന് വൈദ്യസഹായം ലഭ്യമാക്കുക എന്നുള്ളതാണ്. ഗെറ്റ് പ്രൊഫഷണൽ ഹെൽപ്പ് എന്നുള്ളതാണ്.
ബോൺ ഫ്രാക്ചറിനോടനുബന്ധിച്ച് നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് സ്പ്ലിൻറ്റ് ആൻഡ് സ്ലിംഗ് ടെക്നിക്ക്. ആദ്യമായി സ്പ്ലിൻറ്റ് എന്താണെന്ന് നോക്കാം. The main purpose of splinting is to prevent movement in the joints and bones above and below the fracture site. ഫ്രാക്ചർ സൈറ്റിൻ്റെ ബിലോ ആൻഡ് എബവ് ഇരുവശങ്ങളിലും ഉള്ള ജോയിൻസ് മൂവ് ചെയ്യാൻ അനുവദിക്കാതിരിക്കുക, അതിനെ പ്രിവെൻറ്റ് ചെയ്യുക. അതാണ് സ്പ്ലിൻറ്റിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് ഈസ് ടു പ്രിവെൻറ്റ് ബോൺ എഡ്ജസ് ഫ്രം മൂവിങ്. അതുകൊണ്ട് ഒടിഞ്ഞ ബോൺ എഡ്ജസ് മൂവ് ചെയ്യാതിരിക്കുന്നതിന് കാരണമാകും. അങ്ങനെ മൂവ് ചെയ്താൽ എന്ത് സംഭവിക്കും? ക്രിയേറ്റിംഗ് അഡീഷണൽ ഇഞ്ചുറീസ് ബൈ കട്ടിംഗ് ടിഷ്യൂസ്, മസിൽസ്, വെസൽസ് ഓർ നെർവ്സ്. ആ എഡ്ജുകൾ എന്ത് ചെയ്യും? ടിഷ്യൂസിനെ കട്ട് ചെയ്യുന്നതിന് കാരണമാകും, മസിലിനെ കട്ട് ചെയ്യുന്നതിന് കാര്യമാകും, വെസൽസിനെ കട്ട് ചെയ്യും, നെർവ്സിനെ കട്ട് ചെയ്യും. അങ്ങനെ പറഞ്ഞാൽ അത് ടേണിങ് ക്ലോസ്ഡ് ഫ്രാക്ചേഴ്സ് ഇൻ ടു ഓപ്പൺ ഫ്രാക്ചേഴ്സ്. ക്ലോസ്ഡ് ഫ്രാക്ചേഴ്സ് ഓപ്പൺ ഫ്രാക്ചേഴ്സായി മാറുന്ന ഒരവസ്ഥ സംജാതമാകും. ഇതിനെ തടയുന്നതിന് ചെയ്യുന്ന ഒരു പ്രതിവിധിയാണ് സ്പ്ലിൻറ്റ്. നമുക്കറിയാം, ഒരു സപ്പോർട്ട് ഉപയോഗിച്ചതിന് ശേഷം എന്താണ് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന സ്പ്ലിൻറ്റ് ആ ടേപ്പ് കൊണ്ട് ചുറ്റി കെട്ടുന്ന ഒരു രീതിയാണ്. ആ ടേപ്പ് കിട്ടിയില്ലെങ്കിൽ ഒരു കോട്ടൺ ആയാലും നമുക്ക് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. സപ്പോർട്ടായി അപ്പോൾ ഒരു കുടയാണ് കിട്ടുന്നതെങ്കിൽ കുട തന്നെ വയ്ക്കാം, ഒരു വടിയോ എന്ത് വേണമെങ്കിലും നമുക്ക് അവിടെ ആ സമയത്ത് പ്രഥമ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി സ്പ്ലിൻറ്റ് ചെയ്യുമ്പോഴുള്ള കെട്ട് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനുപയോഗിച്ചിരിക്കുന്ന വാക്ക് സ്നഗ് എന്നതാണ്. SNUG, സ്നഗ്. ഇൻ ജനറൽ എ സ്പ്ലിൻറ്റ് ഷുഡ് ബി സ്നഗ് എന്നാണ് പറയുക. സ്നഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതൽ ടൈറ്റ് ആകരുത്, എന്നാൽ ലൂസും ആവരുത് എന്ന അവസ്ഥ. അതിനെയാണ് സ്നഗ് എന്ന് പറയുക. ഇൻ ജനറൽ എ സ്പ്ലിൻറ്റ് ഷുഡ് ബി സ്നഗ് ബട്ട് നോട്ട് സോ ടൈറ്റ് ദാറ്റ് ഇസ് ലോസ് സർക്കുലേഷൻ. കൂടുതൽ ടൈറ്റ് ആയാൽ ബ്ലഡ് സർക്കുലേഷനെ അത് കുറയ്ക്കും. എന്നാൽ ലൂസായാലോ രോഗി എന്ത് ചെയ്യും? കാലോ കൈയോ അയാൾ ചലിപ്പിക്കും. ചലിപ്പിക്കുന്നതിന് ഫലമായി ഒടിവുണ്ടായ ഭാഗത്തെ അസ്ഥിക്ക് ചലനം സംഭവിക്കും. അത് പ്രശ്നങ്ങൾക്ക് കാരണമായി തീരും. ഇനി എന്താണ് സ്പ്ലിൻറ്റ്? ഇത് ചുറ്റിക്കെട്ടുന്ന സാധനമാണ്. ഇവിടെ നോക്കൂ, ഒരു കൈക്ക് സ്പ്ലിൻറ്റ് ചെയ്തിരിക്കുകയാണ്, താഴെ ഒരു സപ്പോർട്ട് കൊടുത്തിരിക്കുന്നു, കൊടുത്തതിന് ശേഷം സ്പ്ലിൻറ്റ് ചെയ്തിരിക്കുന്നു. ഇതിന് ഈ സ്പ്ലിൻറ്റ് തന്നെ വേണമെന്നില്ല, നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന സ്പ്ലിൻറ്റ് തന്നെ വേണമെന്നില്ല, കോട്ടനോ എന്ത് ഉപയോഗിച്ച് നമുക്ക് കെട്ടാം. പക്ഷേ കെട്ടുമ്പോൾ ആ കെട്ടിൻ്റെ സവിശേഷതയാണ് പറഞ്ഞത്, സ്നഗ് ആയിരിക്കണമെന്ന് പറഞ്ഞത്. അത് കൂടുതൽ ലൂസാവരുത്, എന്നാൽ കൂടുതൽ ടൈറ്റും ആവരുത്. അടുത്ത സ്ലിംഗ് ആണ്. എ സ്ലിംഗ് ഈസ് എ ഡിവൈസ് യൂസ് ടു സപ്പോർട്ട് ആൻഡ് കീപ് സ്റ്റിൽ ഓർ ഇമ്മൊബിലൈസ് ആൻഡ് ഇൻജുവേർഡ് പാർട്ട് ഓഫ് ദ ബോഡി. നമ്മുടെ ശരീരത്തിൻ്റെ മുറിവേറ്റ ഒരു ഭാഗത്തെ അല്ലെങ്കിൽ ഒടിവ് പറ്റിയ ഒരു ഭാഗത്തെ ഇമ്മൊബിലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യാൻ അനുവദിക്കാതിരിക്കുക, സ്റ്റില്ലാക്കി നിർത്തുക. അതിനുവേണ്ടി സപ്പോർട്ടായി നൽകുന്നതാണ് സ്ലിംഗ്. നിങ്ങൾക്ക് സ്ലിംഗ് ചിത്രത്തിൽ കാണാൻ കഴിയും. സ്ലിങ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ മെനി ഡിഫറെൻറ്റ് ഇഞ്ചുറീസ്. പലതരത്തിലുള്ള ഇഞ്ചുറീസിന് നമ്മൾ സ്ലിങ്സ് ഉപയോഗിക്കാറുണ്ട്. They are most often used when you have a broken or fractured or dislocated arm or shoulder. എന്നാൽ മിക്കപ്പോഴും നമ്മളിത് ഉപയോഗിക്കുന്നത് നമുക്ക് ഡിസ്ലൊക്കേറ്റഡ് ആയിട്ടുള്ള ആമും ഷോൾഡറും ഉണ്ടാകുന്ന അവസരങ്ങളിലാണ്, അല്ലെങ്കിൽ ഫ്രാക്ചർ ആയിട്ടുള്ള ആം ഉണ്ടാകുന്ന സമയത്താണ് നാം എന്തുപയോഗിക്കുക? സ്ലിംഗ് ഉപയോഗിക്കുക. എ ഷോൾഡർ ഫ്രാക്ചർ, എൽബോ ഫ്രാക്ചർ ഓർ റിസ്റ്റ് ഫ്രാക്ചർ മേ റിക്വയർ ദാറ്റ് യു വെയർ എ സ്ലിംഗ്. മിക്കപ്പോഴും നമുക്ക് സ്ലിംഗ് ധരിക്കേണ്ടി വരുന്നത് ഷോൾഡർ ഫ്രാക്ചർ ഉണ്ടാകുമ്പോൾ, എൽബോ ഫ്രാക്ചർ ഉണ്ടാകുമ്പോൾ, അതുപോലെ തന്നെ റിസ്റ്റ് ഫ്രാക്ചർ ഉണ്ടാകുമ്പോഴാണ് എന്ന കാര്യം മനസ്സിലാക്കുക. ഇവിടെ താഴെയായി കാണുന്ന ചിത്രത്തിൽ സ്ലിംഗ് മാത്രമല്ല ചെയ്തിരിക്കുന്നത്, സ്പ്ലിൻറ്റ് കൂടി ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ശ്രദ്ധിക്കൂ, ആ കയ്യിൽ ഉള്ളിലായി ഒരു ന്യൂസ് പേപ്പർ വെച്ച് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? സ്പ്ലിൻ്റാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സ്ലിംഗ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോഴിവിടെ രണ്ട് പ്രക്രിയ ഒരുമിച്ച് നടന്നിരിക്കുന്നു. എന്താണത്? സ്പ്ലിൻ കം സ്ലിംഗ് എന്ന ടെക്നിക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തതായി 18/1/2020 നടന്ന ഫയർമാൻ ഡ്രൈവർ കം ഓപ്പറേറ്റർ ട്രെയിനി തസ്തികയുടെ ചോദ്യത്തിൽ ഫസ്റ്റ് എയ്ഡ് വിഭാഗത്തിൽ നിന്നുണ്ടായ 10 ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. വാട്ട് ഈസ് ദ ടെക്നിക് യൂസ്ഡ് ഫോർ ഓപ്പണിംഗ് ദ എയർവേ ഓഫ് ആൻ അൺകോൺഷ്യസ് പേഴ്സൺ എന്നാണ് ചോദ്യം. നാം കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. എന്താണ് അവിടെ ചെയ്യേണ്ടത്? ഹെഡ് ടിൽറ്റ് ആൻഡ് ചിൻ ലിഫ്റ്റ്. തലയൽപ്പം താഴ്ത്തി വെച്ചുകൊണ്ട് ചിൻ ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്.
What is recommended compression to rescue breath ratio while performing CPR on an adult person in cardiac arrest എന്നതാണ് ചോദ്യം. ഇതും കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം പഠിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം 30 ചെസ്റ്റ് കംപ്രഷന് 2 റെസ്ക്യൂ ബ്രത്താണ് കൊടുക്കുക. അതിൻ്റെ അനുപാതം 30:2 ആണ്. ഓപ്ഷൻ ഡി 30 കംപ്രഷൻസ് 2 റെസ്ക്യൂ ബ്രത്ത് എന്നുള്ളതാണ് ശരിയായിട്ടുള്ളതെന്ന് കാണാം. What is the most suitable measure to control nosebleed or epistaxis? എന്തായിരിക്കും അവിടെ ചെയ്യുക? ഓപ്ഷൻ ശ്രദ്ധിക്കൂ. സിറ്റ് ദ പേഴ്സൺ ഡൗൺ, ലീൻ ബാക്ക്വേർഡ് ആൻഡ് പിഞ്ച് ദ സോഫ്റ്റ് പാർട്ട് ഓഫ് ദ നോസ്ട്രൽ എന്നാണ് ആദ്യത്തെ തന്നിരിക്കുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ ബി എന്താണ് തന്നിരിക്കുന്നത്? സിറ്റ് ദ പേഴ്സൺ ഡൗൺ, ലീൻ ഫോർവേഡ് ആൻഡ് പിഞ്ച് ദ സോഫ്റ്റ് പാർട്ട് ഓഫ് ദ നോസ്ട്രൽസ്. ഈ ഉത്തരമാണ് ശരി. എന്തുകൊണ്ട്? ആദ്യത്തെ ഉത്തരത്തിൽ സിറ്റ് ദ പേഴ്സൺ ഡൗൺ എന്ന് പറഞ്ഞിട്ടുണ്ട്, രണ്ടാമത്തെ ഉത്തരത്തിലും സിറ്റ് ദ പേഴ്സൺ ഡൗൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആദ്യത്തെ ഓപ്ഷനിൽ ലീൻ ബാക്ക്വേർഡ് എന്നാണ് പറയുന്നത്. തല ബാക്ക്വേർഡിലേക്ക് കൊണ്ടുപോയാൽ എന്തായിരിക്കും സംഭവിക്കുക? മൂക്കിലേക്ക് വന്ന ബ്ലഡ് ഉള്ളിലേക്ക് പോകുന്നു, അത് ബ്ലഡ് ക്ലോട്ടിങ്ങിന് കാരണമാകുന്നു, പ്രശ്നമാകുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇവിടെ ഏതാണ് ശരി? എപ്പോഴും നമുക്ക് മൂക്കിൽ നിന്ന് രക്തപ്രവാഹമുണ്ടായാൽ ചെയ്യേണ്ടത് സിറ്റ് ദ പേഴ്സൺ ഡൗൺ, ലീൻ ഫോർവേഡ്, അയാളോട് മുന്നോട്ട് കുനിഞ്ഞിരിക്കാൻ പറയുക. അപ്പോൾ എന്താകുന്നു? മൂക്കിൽ നിന്ന് രക്തം സുഗമമായി ഒഴുകിപ്പോകുന്നുള്ള അവസരമുണ്ടാകുന്നു. എന്നിട്ട് നാം എന്ത് ചെയ്യണം? പിഞ്ച് ദ സോഫ്റ്റ് പാർട്ട് ഓഫ് ദ നോസ്ട്രൽ. നോസ്ട്രലിൻ്റെ മൂക്കിൻ്റെ ആ സോഫ്റ്റ് പാർട്ടിൽ ചെറുതായി ഒന്ന് അമർത്തുക. ഇത്രയുമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. സിറ്റ് ദ പേഴ്സൺ ഡൗൺ, ലീൻ ഫോർവേഡ് ആൻഡ് പിഞ്ച് ദ സോഫ്റ്റ് പാർട്ട് ഓഫ് ദി നോസ്ട്രൽ. You have witnessed a person is suffering from electric bed. Your first action will be check for response of person, place the person in left lateral position, make sure the person is detached from power source, observe for extent of burned area in body. പലപ്പോഴും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നൊരു ചോദ്യമാണിത്. ചോദ്യം ശ്രദ്ധിച്ചുകൊള്ളണം. യു ഹാവ് വിറ്റ്നസ്ഡ് എ പേഴ്സൺ ഈസ് സഫറിങ് ഫ്രം ഇലക്ട്രിക് ബേൺ. അയാൾ ഇലക്ട്രിക് ബേൺ സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടിട്ടില്ല. അപ്പോഴാദ്യമായി അയാൾ ചെയ്യേണ്ടത് എന്താണ്? അയാൾ ചെയ്യേണ്ടത് മേക്ക് ഷുവർ ദ പേഴ്സൺ ഈസ് ഡിറ്റാച്ച്ഡ് ഫ്രം ദ പവർ സോഴ്സ്. ആ പവർ സോഴ്സും അയാളുമായിട്ടുള്ള ബന്ധം ഡിറ്റാച്ച് ചെയ്യുക, അത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി, മേക്ക് ഷുവർ ദ പേഴ്സൺ ഈസ് ഡിറ്റാച്ച്ഡ് ഫ്രം ദ പവർ സോഴ്സ്. ഇൻ കേസ് ഓഫ് സ്നേക്ക് ബൈറ്റ്, വാട്ട് ആർ ദ മെഷേഴ്സ് എ പേഴ്സൺ ഷുഡ് ടേക്ക് ബിഫോർ സീക്കിംഗ് മെഡിക്കൽ കെയർ? അവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ്: റിമെയിൻ സ്റ്റിൽ, അയാളെ അനങ്ങാൻ അനുവദിക്കരുത്; കാം, ശാന്തനായിരിക്കാൻ അനുവദിക്കണം; ആൻഡ് പൊസിഷൻ ദ ബിറ്റൺ പാർട്ട് ബിലോ ദ ലെവൽ ഓഫ് ഹാർട്ട്. ബിറ്റൺ പാർട്ട് എന്തായിരിക്കണം? ഹാർട്ടിൻ്റെ ബിലോ ആയിട്ടായിരിക്കണം. അപ്പോൾ കയ്യിലാണെങ്കിൽ കൈ താഴ്ത്തി വയ്ക്കുക, ഹാർട്ടിന് താഴെയായി വരത്തക്ക രീതിയിൽ വയ്ക്കുക, കൈ ഉയർത്തി പിടിച്ചുകൊണ്ടിരിക്കരുത്. റിമൂവ് ജുവലറി ആൻഡ് ടൈറ്റ് ക്ലോത്തിങ് ഫ്രം ദ ബിറ്റൺ. അയാൾക്ക് വളരെ സുഖകരമായിരിക്കുന്നതിന് വേണ്ടി ജുവലറി അതുപോലെ തന്നെ ടൈറ്റ് ക്ലോത്തിങ് റിമൂവ് ചെയ്യേണ്ടതാണ്. ബിറ്റൺ പാർട്ടിൽ ജുവലറിയോ അതുപോലെ തന്നെ ടൈറ്റ് ക്ലോത്തിങ്ങോ ഉണ്ടെങ്കിൽ നമ്മൾ റിമൂവ് ചെയ്യേണ്ടതാണ്. വാഷ് ദ വൂണ്ട് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ. സോപ്പും വാട്ടറും ഉപയോഗിച്ച് ആ വൂണ്ട് കഴുകാവുന്നതാണ്. ആൻഡ് കവർ ഇറ്റ് വിത്ത് ക്ലീൻ ക്ലോത്ത്. അത് ക്ലീൻ ക്ലോത്ത് കൊണ്ട് കവർ ചെയ്യാവുന്നതാണ്. ഇതെല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉത്തരം ആൾ ഓഫ് ദി അബവ്. എപ്പോഴും പാമ്പ് കടിയേറ്റ ഒരാളെ നാം പരിചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വിഷപ്പാമ്പാണ് കടിച്ചതെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിലും അദ്ദേഹത്തോട് വിഷപ്പാമ്പാണ് കടിച്ചതെന്ന് പറയരുത്. ഒരു നീർക്കോലിയാണ് കടിച്ചത്, വലിയ വിഷമില്ല, കുഴപ്പമില്ല, അയാളെ സമാധാനത്തോടിരിക്കാൻ അനുവദിക്കണം. അല്ലെങ്കിൽ ടെൻഷനായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അയാളുടെ രക്തസംക്രമണം കൂടും, വിഷം പെട്ടെന്ന് തന്നെ ബ്രെയിനിലും ഹൃദയത്തിലുമൊക്കെ എത്തുന്നതിന് കാരണമാകും, അത് മരണകാരണമാകും. അതുകൊണ്ട് അയാളെ നിശ്ചലമായിരിക്കാൻ, കാമായിരിക്കാൻ അനുവദിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അയാളുടെ കടിയേറ്റ ഭാഗം എപ്പോഴും ബിലോ ദ ലെവൽ ഓഫ് ഹാർട്ടായിരിക്കണം. കടിയേറ്റ ഭാഗത്ത് ജുവലറിയോ ടൈറ്റ് ക്ലോത്തിങ്ങോ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യണം. അതുപോലെ തന്നെ വൂണ്ട് സോപ്പും വാട്ടറും ഉപയോഗിച്ച് കഴുകണം. അതുപോലെ തന്നെ ക്ലീൻ ക്ലോത്ത് കൊണ്ട് ആ വൂണ്ട് കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരമെന്ന് കാണാം. എ പേഴ്സൺ വാസ് ടേക്കിംഗ് ഫുഡ് ഇൻ എ റെസ്റ്റോറൻറ്റ്. സഡൻലി ഹി സ്റ്റാൻഡ്സ് ആൻഡ് ഹോൾഡ് ഹിസ് നെക്ക്
and showing some discomfort and not able to speak. What is the best priority action to perform in this context എന്നാണ് ചോദ്യം. ഒരു വ്യക്തി റെസ്റ്റോറൻറ്റിൽ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഹോൾഡ് ഹിസ് നെക്കിൽ അയാൾ അമർത്തിപ്പിടിച്ചുകൊണ്ട് ഷോയിങ് സം ഡിസ്കംഫർട്ട് കാണിക്കുകയാണ്. അയാൾക്ക് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല. വാട്ട് ഈസ് ദ ബെസ്റ്റ് പ്രയോറിറ്റി ആക്ഷൻ ടു പെർഫോം ഇൻ ദ കോണ്ടെക്സ്റ്റ് എന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് ചെയ്യാവുന്നത് അയാൾക്ക് അബ്ഡോമിനൽ ത്രസ്റ്റ് നൽകുക എന്നുള്ളതാണ്. പെർഫോം അബ്ഡോമിനൽ ത്രസ്റ്റ് ടിൽ ഹി ക്ലിയേഴ്സ് ഹിസ് എയർവേ. കാരണം അദ്ദേഹത്തിന് ശ്വാസം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അദ്ദേഹത്തിൻ്റെ എയർവേ ക്ലിയർ ആകുന്നത് വരെ അബ്ഡോമിനൽ ത്രസ്റ്റ് നൽകിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഉചിതമായിട്ടുള്ള ആക്ഷൻ എന്ന് കാണും. അടുത്ത ചോദ്യം, എ വിക്ടിം ഓഫ് റോഡ് ട്രാഫിക് ആക്സിഡന്റ് കംപ്ലൈൻസ് ഓഫ് സിവിയർ പെയിൻ ഇൻ ലെഫ്റ്റ് ലോവർ leg ആൻഡ് conmove the extremity. What are the first aid measures you should give to the person? Option A, splint and immobilize the left leg. Option B, massage the extremity to decrease pain. Option C, give something to drink or eat. Option D, help him to straighten the affected extremity. ബോൺ ഫ്രാക്ഷനെ പറ്റി നാം ഇപ്പോൾ പഠിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? ഒരാൾക്ക് മുറിവേറ്റ ഭാഗത്ത് സിവിയർ പെയിൻ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ഫ്രാക്ചറിൻ്റെ ലക്ഷണമാണ്. അതുപോലെ തന്നെ അയാൾക്ക് ആ ശരീരഭാഗം ചലിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതെന്തിൻ്റെ ലക്ഷണമാണ്? ബോൺ ഫ്രാക്ചറിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ ഇവിടെ നാം ഏത് നിഗമനത്തിൽ എത്തണം? ബോൺ ഫ്രാക്ചർ സംഭവിച്ചിരിക്കുന്നു. ബോൺ ഫ്രാക്ചർ സംഭവിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്? ഫ്രാക്ചർ ഉണ്ടായ ആ അസ്ഥി അനങ്ങുവാൻ പാടില്ല. വിദഗ്ധ ചികിത്സ കൊടുക്കാൻ കഴിയുന്നത് വരെ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്പ്ലിൻറ്റ് ചെയ്യുന്നു. ആ ഭാഗത്തെ സ്പ്ലിൻറ്റ് ചെയ്യുന്നു. ഇമ്മൊബിലൈസ് ദ ലെഗ്. ലെഫ്റ്റ് ലെഗാണ് അദ്ദേഹത്തിന് അപകടം സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ലെഫ്റ്റ് ലെഗ് ഇമ്മൊബിലൈസ് ചെയ്തുകൊണ്ട് ചലിക്കാൻ പറ്റാത്ത വിധം സ്പ്ലിൻറ്റ് ചെയ്യുകയാണ് നാം ചെയ്യേണ്ടത്. അപ്പോൾ ഉത്തരം ഏതാണ് ശരി? ഓപ്ഷൻ എ, സ്പ്ലിൻറ്റ് ആൻഡ് ഇമ്മൊബിലൈസ് ദ ലെഫ്റ്റ് ലെഗ് എന്നതാണ്. അടുത്ത ചോദ്യം ഇതായിരുന്നു, വാട്ട് ആർ ദ ഫസ്റ്റ് എയ്ഡ് മെഷേഴ്സ് ടു സേവിങ് എ ചോക്കിംഗ് ഇൻഫൻറ്റ്? ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ശ്വാസം മുട്ടൽ അനുഭവപ്പെടുകയാണ്. നിങ്ങൾ എന്ത് ട്രീറ്റ്മെൻറ്റാണ് അയാൾക്ക് കൊടുക്കുക? 3 back blows and 5 chest thrust. 3 back blows and 3 chest thrust. 5 back blows and 5 chest thrust. 5 back blows and 3 chest thrust ആണ്. ഇവിടെ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, ശ്വാസതടസ്സം ഉണ്ടാകുമ്പോൾ നാം കുട്ടികൾക്ക് കൊടുക്കേണ്ട ട്രീറ്റ്മെൻറ്റിൽ ബാക്ക് ബ്ലോസ് പുറത്ത് ചെറുതായി അടിക്കുക, അമർത്തുക. അത് 5 പ്രാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ചെസ്റ്റ് ത്രസ്റ്റ് കൊടുക്കാറുണ്ട്. ചെസ്റ്റ് ത്രസ്റ്റ് 5 പ്രാവശ്യമാണ്. ബാക്ക് ബ്ലോയും ചെസ്റ്റ് ത്രസ്റ്റ് തമ്മിലുള്ള അനുപാതം 5:5 ആണെന്ന് ഓർക്കുക. ഇവിടെ ഓപ്ഷൻ സി 5 ബാക്ക് ബ്ലോസ് ആൻഡ് 5 ചെസ്റ്റ് ത്രസ്റ്റ് എന്നുള്ളതാണ് ശരി. അടുത്ത ചോദ്യം ഇതായിരുന്നു, on the way to office you find a person lying unresponsive in the road. What is the first priority action to save the life? നിങ്ങൾ ഓഫീസിലേക്ക് പോകുന്ന വഴിയിൽ ഒരു വ്യക്തി അബോധാവസ്ഥയിൽ റോഡിൽ കിടക്കുന്നതായി കാണുന്നു. വാട്ട് ഈസ് ദ ഫസ്റ്റ് പ്രയോറിറ്റി ആക്ഷൻ ടു സേവ് ദ ലൈഫ് എന്ന് ചോദിച്ചാൽ ഈ മനുഷ്യൻ റോഡിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ റോഡിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് നടത്താൻ കഴിയുകയില്ല. അതിനാൽ ഇവിടെ ഉത്തരം ഓപ്ഷന് മേക്ക് ദ സീൻ സേഫ് ഫോർ യു ടു ആക്ട് എന്നുള്ളതാണ് കറക്റ്റ്. അടുത്ത ചോദ്യം, ഐഡൻറ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഈസ് ട്രൂ റിഗാർഡിംഗ് സ്പ്ലിൻറ്റിംഗ് എന്നാണ്. സ്പ്ലിൻറ്റിങ്ങിനെ പറ്റി പറയുമ്പോൾ താഴെ പറയുന്നതിൽ ഏത് പ്രസ്താവനയാണ് ട്രൂ ആയിട്ടുള്ളതാണെന്നാണ് ചോദ്യം. ആദ്യത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം. സ്പ്ലിൻറ്റ് ഷുഡ് എക്സ്റ്റെൻഡ് വെൽ ബിയോണ്ട് അഫക്റ്റഡ് ജോയിൻറ്റ്. അഫക്റ്റഡ് ജോയിൻറ്റിൽ നിന്ന് കുറേ എക്സ്റ്റൻഷൻ ഉള്ളതായിരിക്കണം സ്പ്ലിൻറ്റ്. നമ്മൾ ഉപയോഗിക്കുന്ന സ്പ്ലിൻറ്റ് എപ്പോഴും അല്പം നീളമുള്ളതായിരിക്കണം. അഫക്റ്റഡ് ജോയിൻറ്റും കവിഞ്ഞു നിൽക്കുന്നതായിരിക്കണം. അടുത്തത്, വൈഡ് സ്പ്ലിൻസ് ആർ ഓൾവേസ് ഗുഡ് ആൻഡ് എഫക്റ്റീവ്. എപ്പോഴും എഫക്റ്റീവ് ആയിട്ടുള്ളത് വൈഡ് സ്പ്ലിൻസ് ആണ്, വീതിയുള്ള സ്പ്ലിൻസ് ആണ്. നാരോ സ്പ്ലിൻസ് ആർ ഓൾവേസ് ഗുഡ് ആൻഡ് എഫക്റ്റീവ്. ഇതിൽ തെറ്റായിട്ടുള്ളൊരു കാര്യം, നാരോ സ്പ്ലിൻസ് ഗുഡാണ് എഫക്റ്റീവാണ് എന്നുള്ള വാദമാണ് തെറ്റ്. എപ്പോഴും സ്പ്ലിൻസ് ബിയോണ്ട് അഫക്റ്റഡ് ജോയിൻറ്റിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കണം. അതുപോലെ തന്നെ സ്പ്ലിൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്പ്ലിൻറ്റിന് വിട്ട് കൂടുതലുള്ളത് നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി എന്നുള്ളതാണ്.
ഫസ്റ്റ് എയ്ഡ് ക്ലാസ്സുകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത 3 എപ്പിസോഡുകൾ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. കൂടുതൽ വിവരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് കാണാം. ഏവർക്കും വിജയാശംസകൾ. ഗുഡ് ബൈ.